ഇൻവെസ്റ്റർമാരുടെയൊക്കെ തലതൊട്ടപ്പനാണ് വാരൻ ബഫറ്റ്. വാരൻ ബഫറ്റ് ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ ഇനി പറയുന്ന ഈ 3 നിഫ്റ്റി ഓഹരികളായിരിക്കും ആദ്യം വാങ്ങുക. നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. 1956 വെറും $10,000 വാരൻ ബഫറ്റിന്റെ കമ്പനിയായ ബെർക്ക്ഷയർ ഹാത്വേയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാകുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞെട്ടരുത്, ഏകദേശം $350 മില്യൺ ആണ്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റ് ആണ്, $350 മില്യൺ. ഇത് വെറും ഒരു കണക്കല്ല, ക്ഷമയുടെയും അറിവിന്റെയും ഒരു പവറാണ്. ഇതേ ബ്രെയിനും ഒരു പ്രിൻസിപ്പിളും വെച്ച് വാരൻ ബഫറ്റ് നമ്മുടെ സ്വന്തം നിഫ്റ്റി 50യിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പിക്ക് ചെയ്യാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകൾ ഏതൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതെന്നെ വെറും ഒരു ഊഹമല്ല, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി, അതായത് ചില ഫിൽട്ടറുകൾ ഉപയോഗിച്ച് നടത്തിയ ഒരു അനാലിസിസ് ആണ്. ഇതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് വെറും 500 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അടിപൊളി ഇൻഫർമേഷൻ ആണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ട് മാത്രം റിവാർഡ് കിട്ടില്ല, നമ്മൾ ശരിയായ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് റിവാർഡ് കിട്ടുക എന്ന്. ഇതിന്റെ മീനിങ് വളരെ സിമ്പിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോൾ മുകളിലേക്ക് പോകും, എപ്പോൾ താഴേക്ക് വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അത്തരം കളികളുടെ പിന്നാലെ പോയാൽ മിക്കവാറും നഷ്ടത്തിലായിരിക്കും അവസാനിക്കുക. പകരം നല്ല ഫണ്ടമെന്റൽസ് ഉള്ള സ്ട്രോങ് കമ്പനികളെ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ക്ഷമയോടെ കാത്തിരിക്കുക, തീർച്ചയായിട്ടും റിവാർഡ് നിങ്ങളെ തേടി വരും. മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷനിൽ പാനിക്കാവാതെ ലോങ് ടൈമിലേക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡ് ചെയ്യുക. കാരണം ഓരോ തവണ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും റീ എൻട്രി ചെയ്യാനും ശ്രമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ദിവസങ്ങൾ മിസ് ചെയ്യുകയാണ് പതിവ്. ബഫറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രിൻസിപ്പിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നെവർ പ്രെഡിക്ട് ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിനെ പ്രെഡിക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, പകരം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനിയുടെ ക്വാളിറ്റിയിലാണ്. നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകളെ വിലയിരുത്തുമ്പോൾ ബഫറ്റിന്റെ ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിയ ആദ്യത്തെ ഒരു ഫിൽട്ടർ ആണ് ഡബിൾ മോഡ് അഥവാ ലോങ് ലാസ്റ്റിംഗ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു കമ്പനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാലം പ്രോഫിറ്റബിൾ ആയി നിൽക്കാൻ സഹായിക്കുന്ന സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആരായുന്നത്. ഇവിടെ ട്രഡീഷണൽ ആയി അല്ലെങ്കിൽ ജനറേഷൻസ് ആയി മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രോഡക്ട്സ് വിൽക്കുന്നത് ആരാണ്? ഉത്തരം വളരെ സിമ്പിൾ ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. കഴിഞ്ഞ 88 വർഷമായി ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളും ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. സോപ്പ് മുതൽ ഫുഡ് ഐറ്റംസ് വരെ അവരുടെ ബ്രാൻഡുകൾ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ്. ഇത് വെറും ഒരു പ്രോഡക്റ്റ് സെയിൽ അല്ല, ജനറേഷൻസ് ആയിട്ട് ബിൽഡ് ചെയ്തെടുത്ത ഒരു ട്രസ്റ്റും ബ്രാൻഡ് വാല്യൂവുമാണ്. ഹാളിന്റെ ഫിനാൻഷ്യൽസ് ചെക്ക് ചെയ്താൽ അവരുടെ ROCE 20% മുകളിലാണ്. സിമ്പിളായി പറഞ്ഞാൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനർത്ഥം ഇതൊരു ക്യാഷ് ജനറേറ്റിംഗ് മെഷീൻ ആണ് എന്നുള്ളതാണ്. 2010 ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ 100 ഷെയറുകൾ വാങ്ങിയിരുന്നെങ്കിൽ ഡിവിഡൻസ് കൂടാതെ തന്നെ ഏകദേശം 650 ഷെയറുകളായിട്ട് അത് മാറുമായിരുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റുകളും ബോണസുകളുമാണ് ഇതിന് കാരണം. അതാണ് വാരൻ ബഫറ്റ് പറയുന്ന കോമ്പൗണ്ടിങ്ങിന്റെ പവർ. ബഫറ്റ് ഒരു പക്ഷേ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഡയറക്റ്റ് ആയി വാങ്ങണമെന്നില്ല, കാരണം അദ്ദേഹം സാധാരണയായിട്ട് അമേരിക്കൻ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് കറക്റ്റ് ആയിട്ട് മാച്ച് ആവും. എവരിഡേ ലോ ടിക്കറ്റ്, ഹൈ റിപ്പീറ്റ്, ബ്രാൻഡ് സ്റ്റിക്നെസ്, അതായത് കുറഞ്ഞ വിലയിൽ ഡെയിലിയിൽ ആളുകൾ വാങ്ങുന്ന, വീണ്ടും അത് തന്നെ വാങ്ങിക്കുന്ന ആ ഒരു ബ്രാൻഡിനോട് ഒരു പ്രത്യേക മമതയുള്ള പ്രോഡക്ട്സ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ യഥാർത്ഥ മൂട്ട് ഇത് തന്നെയാണ്. പല ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ഇതിന്റെ ഇൻട്രൻസിക് വാല്യൂ, അതായത് യഥാർത്ഥ വില 3000 രൂപ കടക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഏകദേശം 20 രൂപ മാർജിൻ സേഫ്റ്റി നമുക്ക് അവിടെ തന്നെ ലഭിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബഫറ്റ് പിക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള 3 സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ ഒന്നാമത്തേതായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എത്തിക്കഴിഞ്ഞു. അടുത്തതായി ബഫറ്റിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫിൽട്ടറാണ് അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സർവീസോ അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഒന്നും മനസ്സിലാകാത്ത ഒരു കോംപ്ലിക്കേറ്റഡ് ടെക് കമ്പനിയോ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സർക്കിൾ ഓഫ് കോമ്പറ്റൻസ്, അതായത് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളിൽ ഉള്ളവയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക്. ഈ പ്രിൻസിപ്പിളിന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. ബാങ്കിങ് എന്നത് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെക്ടറാണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സർവീസ് ആണ്. 1995 HDFC ബാങ്കിന്റെ IPOയിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇന്ന് അത് 2.3 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ഒരു മാജിക് പോലെ തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് പ്രിൻസിപ്പിൾസും സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഉണ്ട്. HDFC ബാങ്കിന്റെ ലോൺ ബുക്ക് വർഷാവർഷം ആവറേജ് 18% CAGR വളർന്നിട്ടുണ്ട്. അതായത് ഓരോ വർഷവും ബാങ്ക് കൊടുക്കുന്ന ലോണുകളുടെ എമൗണ്ട് സ്റ്റഡി ആയിട്ട് കൂടി വരുന്നു. നോൺ പെർഫോമിംഗ് അസറ്റ്സ് അഥവാ കിട്ടാക്കടം 1% താഴെ നിലനിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇത് തന്നെ അവരുടെ ഒരു മികച്ച റിസ്ക് മാനേജ്മെന്റിനെയാണ് കാണിക്കുന്നത്.
വാറൻ ബഫറ്റിന്റെ ഇഷ്ടപ്പെട്ട മെട്രിക് ആയിട്ടുള്ള നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ HDFC ബാങ്കിന് സ്റ്റഡി ആയിട്ട് 4% നിലനിർത്താൻ കഴിഞ്ഞു. ബാങ്കുകൾ ലോണിന് വാങ്ങുന്ന പലിശയും ഡെപ്പോസിറ്റുകളും തരുന്ന പലിശയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. HDFC ബാങ്കിന്റെ കാര്യത്തിൽ മോട്ട് എന്നത് അവരുടെ സ്ട്രോങ് ബ്രാൻഡ്, റോയൽ കസ്റ്റമേഴ്സ്, രാജ്യത്തുടനീളമുള്ള ബ്രാഞ്ച് നെറ്റ്വർക്ക്സ്, കൂടാതെ മാനേജ്മെന്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്കിംഗ് സ്റ്റൈൽ, ഇവയെല്ലാം വളരെ അനുയോജ്യമാണ്. റീസെന്റ് ആയിട്ട് പ്രൊമോട്ടർമാർ സ്റ്റോക്ക് വാങ്ങുന്നത് നമ്മൾ കണ്ടു. ഇതൊരു മാർജിൻ ഓഫ് സേഫ്റ്റി ക്യൂ ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. കമ്പനിയെ പറ്റി ഏറ്റവും നന്നായി അറിയാവുന്നവർ തന്നെ ഷെയറുകൾ വാങ്ങുമ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിന് ഒരു സേഫ്റ്റി സിഗ്നൽ നൽകുന്നുണ്ട്. അതിന്റെ ബുക്ക് വാല്യൂയുടെ 2.3 ടൈംസ് മാത്രമാണ്. അതിന്റെ 10 വർഷത്തെ ആവറേജിനേക്കാൾ കുറഞ്ഞ പ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ ബഫറ്റ് പിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല സ്റ്റോക്കുകളിൽ രണ്ടാമതായിട്ട് HDFC ബാങ്കിനെ നമുക്ക് ഉൾപ്പെടുത്താം. അടുത്തായിട്ട് കോമ്പൗണ്ടിംഗ് പ്ലസ് ലോ എൻട്രി പ്രൈസ്. ബഫറ്റിന്റെ മൂന്നാമത്തെ കീ പ്രിൻസിപ്പിൾ ആണ് നല്ല വിലയിൽ വാങ്ങുക എന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. അതായത് മികച്ച കമ്പനികളെ കണ്ടെത്തി അതിന്റെ ഇൻട്രൻസിക് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ വാങ്ങുക, എന്നിട്ട് ക്ഷമയോടെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുക. ഇവിടെയാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് വർക്ക് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിളിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇൻഫോസിസിനെ എടുക്കാം. 1993 ഇൻഫോസിസിന്റെ 100 ഷെയറുകൾ വാങ്ങിയിരുന്ന ഒരാൾക്ക് വിറ്റുകളും ബോണസ് ഷെയറുകളും വഴി ഇന്ന് ഏകദേശം 1800 ഷെയറുകളായിട്ട് മാറിയിട്ടുണ്ടാകും. ഇത് വെറും ഒരു ഗ്രോത്ത് അല്ല, ഇൻവെസ്റ്റേഴ്സിനെ കോടീശ്വരന്മാരാക്കുന്ന കോമ്പൗണ്ടിങ്ങിന്റെ റിയൽ പവറാണ്. 2021 ഹൈ ലെവലിൽ നിന്ന് ഇൻഫോസിസ് പി റേഷ്യോ 22 കുറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ പലരും കമ്പനിയുടെ ഗ്രോത്ത് കുറഞ്ഞെന്ന് പറയുമ്പോഴും അവരുടെ ഓർഡർ ബുക്കിൽ ഡോളർ ടൈംസിൽ 3.7% കൂടിയിട്ടുണ്ട്. കൂടാതെ FCF yield, ഫ്രീ ക്യാഷ് ഫ്ലോ yield 4% ആണ്. ബഫറ്റ് എപ്പോഴും ക്യാഷ് ഫ്ലോയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അത് വെറും ഒരു പി റേഷ്യോ മാത്രമല്ല, ഒരു കമ്പനിക്ക് എത്രത്തോളം ഫ്രീ ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ഏകദേശം 1500 രൂപയുടെ അടുത്ത് പ്രൈസ് നിൽക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് EPS ഏർണിംഗ് പെർ ഷെയർ ഗ്രോത്ത് 12%. കമ്പനി 9300 കോടി രൂപയുടെ ബൈബാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനി സ്വന്തം ഷെയറുകൾ തിരികെ വാങ്ങുമ്പോൾ മാർക്കറ്റിലുള്ള ഷെയറുകളുടെ എണ്ണം കുറയുകയും ഓരോ ഷെയറിന്റെയും വാല്യൂ കൂടുകയും ചെയ്യും. ഇത് EPS ബൂസ്റ്റ് ചെയ്യും. അതായത് ഇൻഫോസിസ് അതിന്റെ ഇൻട്രൻസിക് വാല്യൂവിനേക്കാൾ ഏകദേശം 18% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെറും 5000 രൂപയ്ക്ക് 3-4 ഷെയറുകൾ ഇന്ന് വാങ്ങാൻ പറ്റും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇൻഫോസിസിന്റെ EPS ഡബിൾ ആകാനുള്ള ചാൻസും 70% മുകളിലാണ്. പ്രത്യേകിച്ചും കമ്പനി ബൈബാക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ബഫറ്റിന്റെ പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ ഇൻഫോസിസ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ബെസ്റ്റ് സ്റ്റോക്ക് ആയിട്ട് എത്തുന്നു. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാറൻ ബഫറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് കണ്ടെത്തിയ 3 സ്റ്റോക്കുകളാണ്. ഈ 3 നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണ്? കമന്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇനി അടുത്തതായിട്ട് നമ്മൾ വാറൻ ബഫറ്റിന്റെ 5 പ്രധാന റൂളുകൾ കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഇന്ന് 3 സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് നോക്കാം. നെവർ പ്രെഡിക്റ്റ് മാർക്കറ്റ്, വിപണിയെ പ്രവചിക്കരുത്. ഹള്ള, HDFC ബാങ്ക്, ഇൻഫോസിസ് എന്നീ 3 കമ്പനികളും കഴിഞ്ഞ 10 വർഷത്തെ റോളിംഗ് റിട്ടേണിൽ മിനിമം 12% CAGR നൽകിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിന്റെ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസിനെ മൈൻഡ് ചെയ്യാതെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺസിനെയാണ് കാണിക്കുന്നത്. നല്ല കമ്പനികൾക്ക് ലോങ് റണ്ണിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാം. ഇൻവെസ്റ്റ് ഇൻ കമ്പനീസ് വിത്ത് എ മോട്ട്, മത്സരാധിഷ്ഠിത നേട്ടമുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുക. 3 കമ്പനികൾക്കും സ്ട്രോങ് മോട്ട് ഉണ്ട്. ഹള്ളിന്റെ മോട്ട് അതിന്റെ ബ്രാൻഡ് വാല്യൂ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, കസ്റ്റമർ ട്രസ്റ്റ് എന്നിവയാണ്. HDFC ബാങ്കിന് ലോ കോസ്റ്റ് ഫണ്ട് ആയിട്ടുള്ള CASA ഡെപ്പോസിറ്റുകൾ, ലോയൽ കസ്റ്റമേഴ്സ്, മികച്ച മാനേജ്മെന്റ് എന്നിവയൊക്കെയാണ് മോട്ട്. ഇൻഫോസിന്റെ മോട്ട് അവരുടെ സ്കിൽസ്, ഹ്യൂമൻ ക്യാപിറ്റൽ, ഗ്ലോബൽ പ്രസൻസ്, ലോങ് ടൈം ക്ലയന്റ് റിലേഷൻഷിപ്പ് ഇവയൊക്കെയാണ്. അടുത്തായിട്ട് ബൈ ഇൻ മാർജിൻ ഓഫ് സേഫ്റ്റി, സുരക്ഷിതത്വത്തിന്റെ ഒരു ഇടം കണ്ടെത്തി വാങ്ങുക എന്നുള്ളതാണ്. നമ്മൾ കണ്ട 3 സ്റ്റോക്കുകളും അതിന്റെ കറണ്ട് പ്രൈസിൽ ഇൻട്രൻസിക് വാല്യൂവിനേക്കാൾ 15-25% വരെ ഡിസ്കൗണ്ടിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു സേഫ് പ്രൈസിലാണ് വാങ്ങുന്നത്. ഇത് നമ്മളുടെ റിസ്ക് കുറയ്ക്കുകയും പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ കൂട്ടുകയും ചെയ്യുന്നു. അടുത്തായിട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഇൻവെസ്റ്റിംഗ്. 3 കമ്പനികളും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന, കൃത്യമായിട്ട് അറിയാവുന്ന ഏരിയകളിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ്. അത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സോപ്പ്, ഷാമ്പു, ഫുഡ് ഐറ്റംസ് എന്നിവ മാർക്കറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ HDFC നമ്മൾ ഉപയോഗിക്കുന്ന സേവിങ്സ് അക്കൗണ്ടുകൾ, ബാങ്കുകൾ, ലോണുകൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇൻഫോസിസ് നമ്മളുടെ ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സർവീസുകൾ, IT സൊല്യൂഷൻസ് ഇവ നൽകുന്നു. നമുക്ക് ഫെമിലിയർ ആയ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിസ്റ്റേക്സ് ഒഴിവാക്കാൻ ഏറെ സഹായകരമായി. ഏറ്റവും അവസാനത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പേ അറ്റൻഷൻ ടു ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ലോങ് ടേം ഗ്രോത്ത്. പലിശയുടെ ശക്തിയും ദീർഘകാല വളർച്ചയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഈ 3 കമ്പനികളും അവരുടെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യുകയും സ്റ്റഡി ആയിട്ട് ഡിവിഡൻഡ് നൽകുകയും ചെയ്യുന്നുണ്ട്. 30-60% ഡിവിഡൻഡ് പേ ഔട്ട് നൽകാനാണ് അവർ എപ്പോഴും ശ്രമിക്കാറ്. ആവശ്യമെങ്കിൽ ഷെയറുകൾ ബൈബാക്ക് ചെയ്യാനും അവർ
ഒട്ടും മടിക്കാറില്ല. അതെല്ലാം തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കോമ്പൗണ്ടിന്റെ ബെനിഫിറ്റ് നൽകുന്നുണ്ട്. അതായത് വാറൻ ബഫറ്റിന്റെ ചെക്ക് ലിസ്റ്റ് ഈ 3 സ്റ്റോക്കുകളും കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് SIP വഴി വാങ്ങാവുന്നതാണ്. മാസത്തോറും 1000 മുതൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പല ബ്രോക്കർമാരും ഇപ്പോൾ ഫ്രാക്ഷണൽ ഫെസിലിറ്റി, അതായത് ഷെയറുകളുടെ ചെറിയ ഭാഗങ്ങൾ വാങ്ങാനുള്ള ഓപ്ഷനുകളും നൽകാറുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അഥവാ ഇപ്പോൾ എഗനിസ്റ്റ് ആണ് പോകുന്നതെങ്കിൽ വാട്ട് കുഡ് ബി ഡു, വാട്ട് കുഡ് ഗോ റോങ്. എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും അതിന്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. ലോകത്തിലെ ബെസ്റ്റ് കമ്പനികൾ പോലും ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ 3 സ്റ്റോക്കുകളും ചില ചലഞ്ചസ് ഉണ്ട്. അവയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ്. ഹള്ളിന് റൂറൽ ഏരിയകളിലെ ഡിമാൻഡ് കുറയുന്നത് ഒരു ചലഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിന്റെ വില കൂടുന്നത് അവരുടെ പ്രോഫിറ്റിനെ ബാധിച്ചേക്കും. ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറയുന്നതും കോമ്പറ്റീഷനും ഹള്ളിന് ഒരു ചലഞ്ച് ആയിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ HDFC ബാങ്കിന് ക്രെഡിറ്റ് കോസ്റ്റ് കൂടുന്നത് റീസെന്റ് ആയി നടന്ന മെർജറിന് ശേഷമുള്ള കൾച്ചറൽ ഡിഫറൻസും ടെക്നിക്കൽ പ്രോബ്ലംസും ബാങ്കിന്റെ ഓപ്പറേഷൻസിനെ താൽക്കാലികമായി ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇതും ഒരു ചലഞ്ചായിട്ട് മുന്നിൽ നിൽക്കുന്നു. ഇൻഫോസിനെ സംബന്ധിച്ചിടത്തോളം വിസ കോസ്റ്റ് കൂടുന്നത്, കറൻസിയിലെ ഫ്ലക്ച്വേഷൻസ്, ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ ഇവയൊക്കെ ഇൻഫോസിസിന്റെ റവന്യൂവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ടെക്നോളജികളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാനും എംപ്ലോയീസിനെ റിട്ടേൺ ചെയ്യാനും ഒരു ബാധ്യത തന്നെയാണ്. ഈ ഒരു ചലഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു സ്റ്റോക്കിൽ നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 5% കൂടുതൽ ഒരിക്കലും അലോക്കേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഇൻവെസ്റ്റ്മെന്റിലെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. വാറൻ ബഫറ്റ് പോലും $1,200 ബില്യൺ ക്യാഷ് കയ്യിൽ വെക്കാറുണ്ടായിരുന്നു. എന്തിനാണ് നിങ്ങൾക്കറിയാമോ? നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതുപോലെ നമ്മളും നമ്മുടെ പോർട്ട്ഫോളിയോയിലെ ഒരു 10% ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം നിങ്ങളുടെ എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ള പണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അനാവശ്യമായിട്ട് ധൃതി കാണിക്കാതെ പേഷ്യൻസോടെ ഇൻവെസ്റ്റ് ചെയ്യുക. വാറൻ ബഫറ്റ് ഇന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഈ 3 സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാകാൻ വലിയ സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓർക്കുക, നിങ്ങളുടെ ആഡ് ചെയ്യാൻ ഏറ്റവും നല്ല അവസരമാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഈ സ്റ്റോക്കുകളുടെ 5 വർഷത്തെ ഇൻട്രൻസിക് വാല്യൂ പ്രൊജക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി കമ്പൗണ്ടിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.